ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെൽക്കം ഡ്രിങ്കുമായിട്ടാണ്. വളരെ ടേസ്റ്റിയും റിച്ചുമായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായി നമുക്ക് വെൽക്കം ഡ്രിങ്കിന് ആവശ്യമായ കസ്കസ് കുതിർക്കാൻ വെക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നിളക്കി കുതിർക്കാനായി മാറ്റിവെക്കാം. ഇതിന് ഏകദേശം 10 മുതൽ 15 മിനിറ്റോളം സമയമെടുക്കും. അടുത്തതായി പാലും മറ്റ് ഇൻഗ്രീഡിയൻസും കുക്ക് ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാല്, ഇത് അളവ് കപ്പിന് 2 കപ്പ് വരും. അര ലിറ്റർ വെള്ളം, അര കപ്പ് ഫ്രഷ് ക്രീം, 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അരിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ പാൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന കണ്ടൻസ് മിൽക്കിൻ്റെയും പഞ്ചസാരയുടെയും അളവനുസരിച്ച് എനിക്ക് ആവശ്യത്തിന് മധുരമുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇപ്പോൾ പാല് തിളയ്ക്കാറായിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ വറുത്ത സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഏകദേശം 2 മിനിറ്റ് തിളക്കട്ടെ. ഇപ്പോൾ സേമിയ വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാട കിട്ടും. ഇപ്പോൾ നമ്മുടെ പാൽ നല്ലതുപോലെ ചൂടാക്കിയാറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും. ഞാനിവിടെ ചേർക്കുന്നത് ഒരു ചെറിയ ആപ്പിൾ ചെറുതായി അരിഞ്ഞത്, ഏകദേശം 3/4 കപ്പോളം വരും. 1/2 കപ്പ് മാതള നാരങ്ങ, 3 ടേബിൾ സ്പൂൺ ചെറിയ കഷ്ണങ്ങളാക്കിയ കശുവണ്ടി. ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്നിളക്കാം. ഇതിൽ ചേർക്കുന്ന പഴങ്ങൾക്കും നട്ട്സിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് സെർവ് ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഈ ഡ്രിങ്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തളിപ്പിച്ചതിന് ശേഷം കുടിക്കുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.